Hi, it's me Bishar on Bishar Talks. തുറിച്ചു നോക്കുന്ന കണ്ണുകൾ നോക്കി രണ്ടു വാക്ക് സംസാരിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. നാവുള്ള ആർക്കും സംസാരിക്കാമെങ്കിലും ഉള്ളിലെ ഭയം കൊണ്ട്, ഉൾവലിയൽ കൊണ്ട്, ഉൾഭയം കൊണ്ട് നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ കഴിയാറില്ല. എന്നാൽ നിങ്ങളുടെ ആ ഉൾഭയത്തെ പൂർണ്ണമായി മാച്ചു കളയാൻ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 2019 ഏപ്രിൽ 1 വയനാടിന്റെ തിരുമുറ്റത്ത് സൈൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. നമ്മുടെ സഭാകമ്പം പൂർണ്ണമായി നമുക്ക് മാറ്റാം. അന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി സംസാരിക്കാനുള്ള ആത്മധൈര്യം ലഭിക്കും. ആ ആത്മധൈര്യം ലഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. നിങ്ങളുടെ പെർഫോമൻസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും. കഴിവ് രണ്ട് തരത്തിലുള്ളത്. ഒന്ന് ഇൻബോൺ ടാലന്റ് എന്ന് പറയുന്നു, രണ്ടാമത്തത് നാം നേടിയെടുക്കുന്ന സ്കിൽ. പ്രസംഗം എന്ന് പറയുന്നത് ഇൻബോണുമുണ്ട്, നേടിയെടുക്കുന്നതുമുണ്ട്. ഇൻബോണായി പ്രസംഗകരായി അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള കഴിവുമായി ജനിച്ചു വീഴുന്ന ആളുകൾ ഉണ്ടായേക്കാം. അവർ പരിശ്രമിക്കുന്നില്ല എങ്കിൽ എവിടെയും എത്തുന്നില്ല. എന്നാൽ ആ കഴിവില്ലാതെ ജനിച്ച ഒരാൾ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയും. യെസ്, നിങ്ങൾക്കും കഴിയും തുറിച്ചു നോക്കുന്ന കണ്ണുകളെ നോക്കി സംസാരിക്കാൻ. അതിന് 1-ാം തീയതി ഒരു ദിവസം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ പ്രകൃതി രമണീയമായ വയനാട്ടിലെ കൂളിവേൽ സ്ഥിതി ചെയ്യുന്ന സൈൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഒരു ദിവസത്തെ പ്രസംഗ പരിശീലനം. ആർക്കൊക്കെ ഇവന്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും? മനസ്സുകൊണ്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും, ഒപ്പം നിരന്തരമായി പരിശ്രമിക്കാനുള്ള സന്നദ്ധത കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഉൾഭയത്തെ മാറ്റാനും ഒപ്പം ആളുകളുടെ മുഖത്ത് നോക്കി നന്നായി സംസാരിക്കാനും കഴിവ് നേടാം. ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയുള്ളത് അത് മനുഷ്യനാണ്, നമ്മുടെ കഴിവുകളാണ്. നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്നതോടുകൂടി അത് പ്രസന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതോടുകൂടി നാം തന്നെ ടോട്ടലി മാറും. ഒരു ഡോക്ടർ, എഞ്ചിനീയർ, ഏത് പ്രൊഫഷനിലുള്ള ആളാവട്ടെ, അവർക്ക് ലോകം അറിയപ്പെടുന്ന തരത്തിൽ ഉയരാനും വളരാനും കഴിയണമെങ്കിൽ സംസാരിക്കാൻ അറിയണം. ഏത് മേഖലയിലുള്ള ആളാവട്ടെ, അവർ സാമൂഹികമായ നേതൃത്വത്തിൽ എത്താൻ കഴിയണമെങ്കിൽ സംസാരിക്കാൻ കഴിയണം. നമ്മുടെ ഭാരതം ഭരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നല്ല വൈദഗ്ധ്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷെ ആളുകളോട് സംസാരിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി പ്രവർത്തനങ്ങൾ കൊണ്ട് അത്രയൊന്നുമില്ലെങ്കിൽ പോലും സംസാരങ്ങൾ കൊണ്ട് ആളുകളുടെ കയ്യടി നേടുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവർത്തനങ്ങൾ വേണ്ട എന്നല്ല, മറിച്ച് സംസാരിക്കാൻ അറിയുമെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള കഴിവിനെ വാനോളം ഉയർത്താൻ അല്ലെങ്കിൽ അതിനെ നേരെ ഇരട്ടിയാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള ഉൾഭയത്തെ വേരോടെ പിഴുതെറിയാൻ ഹിപ്നോട്ടിക് തെറാപ്പിയും NLP തെറാപ്പിയും TA അനാലിസിസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ കോഴ്സിൽ നിങ്ങളുടെ ഉൾഭയത്തെ വേരോടെ പിഴുതെറിയാൻ കഴിയുന്നു. ഐൻസ്റ്റീൻ വേദികൾ തോറും കയറി ഇറങ്ങി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം 5-6 പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രോഗ്രാമിന് പോകാൻ അത്യാവശ്യമായി വന്നു. പക്ഷെ ആകെ ടയേർഡ്, ശരീരമാകെ ക്ഷീണിച്ചു. അന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു, എനിക്ക് ഇനി സംസാരിക്കാൻ വയ്യായിരുന്നു. ഉടനെ ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ പറഞ്ഞു, ഞാൻ ഇതുവരെയായി വേദിയിൽ കയറി പ്രസംഗിച്ചിട്ടില്ല, എങ്കിലും നിങ്ങൾ സംസാരിക്കുന്ന വിഷയം എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് നിങ്ങൾക്ക് പകരം നിങ്ങളുടെ വസ്ത്രം ധരിച്ച്, നിങ്ങളുടെ കോട്ട് ധരിച്ച് ഞാൻ സംസാരിക്കട്ടെ എന്ന് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് അവസരം നൽകി. അദ്ദേഹം ഐൻസ്റ്റീൻ സംസാരിക്കുന്നത് പോലെ മനോഹരമായി കണ്ണുകളെ നോക്കി സംസാരിച്ചു. കാണികൾ നന്നായി കൈയടിച്ചു. എല്ലാ ആളുകളും നല്ല അഭിപ്രായം പറഞ്ഞു. പ്രസംഗത്തിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാൻ, സംശയം ചോദിക്കാൻ ഒരു അവസരം വന്നു. ആ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഈ പ്രാസംഗികനെ കൊടുക്കുന്ന തരത്തിൽ ഒരു ചോദ്യം എറിഞ്ഞു. ആ ചോദ്യം കിട്ടിയ ഉടനെ അതിന് കൃത്യമായ ഉത്തരം അറിയാത്ത ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ആ ചോദ്യകർത്താവോട് പറഞ്ഞു, ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈവൻ മൈ ഡ്രൈവർ ക്യാൻ ആൻസർ യു. അങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഡ്രൈവറായ ഐൻസ്റ്റീനെ വിളിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയിപ്പിക്കുന്ന ഒരു രംഗം പലപ്പോഴും പറയാറുണ്ട്. പറഞ്ഞു വരുന്നത്, ഇവിടെ സംസാരിക്കാൻ ഇദ്ദേഹത്തിനെ സഹായിച്ചത് അത്ര വലിയ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിനെ മറികടക്കാൻ സഹായിച്ചത് ഉള്ളിൽ നിന്നുള്ള കോൺഫിഡൻസ് ആണ്. അത് തന്നെയാണ് പ്രസംഗിക്കാൻ ഏറ്റവും അനിവാര്യം. ആ കോൺഫിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാം, ട്രെയിൻ ചെയ്യാം. നമുക്ക് നിരന്തരമായി പരിശ്രമിക്കുന്നതോടൊപ്പം നമുക്ക് വേദികളിൽ നിന്ന് സംസാരിക്കാൻ കഴിയും, ആളുകളാകാൻ കഴിയും. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് കുട്ടിയായിരിക്കുന്ന സമയത്ത് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിൽ വന്ന് തന്റെ അച്ഛന്റെ കൃഷിപ്പാടത്തിലെ വിളകളെ നോക്കി സംസാരിച്ച് പഠിച്ച ആളായിരുന്നു എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാവിന് വിക്കുണ്ടായിരുന്ന ഡൊമസ്റ്റിനിസ് എന്ന് പറയുന്ന ഗ്രീസുകാരൻ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി
പ്രാക്ടീസ് ചെയ്യുകയും ലോകം അറിയപ്പെടുന്നത് ഗ്രേറ്റ് അറേറ്റർ ഓഫ് ദി ഗ്രീസ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം മാറുകയും ചെയ്തു. ഒരുപാട് ആളുകൾ, സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്ക് ലോകത്ത് ഒരുപാട് ഇടമുണ്ട്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ കഴിവിനെ ലോകത്തേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഏപ്രിൽ 1 ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഈ കോഴ്സിൽ എൻ്റെ കൂടെ ഈ പ്രോഗ്രാമിനെ ലീഡ് ചെയ്യുന്നതിന് മിസ്റ്റർ ഷാനവാസ് AK, പ്രമുഖ ട്രെയിനർ, പങ്കുചേരുന്നു. നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നന്നായി സംസാരിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രജിസ്ട്രേഷൻ ഫോം ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. ആവശ്യമാണെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാട്സപ്പിൽ എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വൺസ് അഗൈൻ, ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫൂളിഷ് ഡേ ബട്ട് എ ഡേ ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ്സ് ഡേ ഫോർ ബൂസ്റ്റ് അപ്പ് യുവർ കോൺഫിഡൻസ്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് all of you. Thank you very much.